ഈ കലാപാഹ്വാനം ഇപ്പോൾ ഒരു സ്ഥിരം വകുപ്പായി മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായി ഈ കലാപാഹ്വാനം എന്ന വിഷയത്തിൽ ഇങ്ങനെ കുറേ ചർച്ച നടത്തുന്നത്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വായിക്കുന്നില്ല. മാത്രമല്ല കോടതിയിലെത്തിയാൽ ഇപ്പോൾ ബെയിൽ കിട്ടുന്നുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുന്നു എന്നുള്ള വിഷയം ഒഴിച്ചുള്ള PDDP ഒഴിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നുണ്ട്. നോക്കൂ, ഇതിനകത്ത് നേരത്തെ സുജിയ പറഞ്ഞതിനോട് ഞാൻ ഒരു പരിധിവരെ യോജിക്കുന്നു. കാരണം ഇതൊരു ഡ്രാമ മാത്രമായിരുന്നു എന്നാണ്. അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങൾ ചാർത്തി റിമാൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അത് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. പിന്നെ ആ സമയത്ത് കുറേ MLA-മാരെ വിളിച്ചു വരുത്തി, ഹൈബിയെ വിളിച്ചു വരുത്തി എന്നൊക്കെ പറയുന്നത് മാത്രമാണ് അതിനകത്തുള്ള ഒരു മാറ്റം. അതുകൊണ്ടാണ് രാത്രി വരെ നമ്മൾ പോലും, മാധ്യമങ്ങൾ പോലും അത് ഫോളോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ശരി, ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് സമരങ്ങൾ മതിയോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? അല്ല, ഞാൻ ഒട്ടും ഗൗരവം കുറച്ചിട്ടല്ല. കാരണം കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനത്ത് ഞാൻ അഭിമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് വളരെ സെക്യുലറായിട്ടുള്ള പാർട്ടികളാണ് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ളതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നു എന്നുള്ളതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെന്നേ. നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഒരു മതേതര സ്വഭാവം ഈ സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ളത് മാറി വരാൻ പോലും ഒരു വർഗീയ പാർട്ടി ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പാർട്ടി ഇങ്ങനെ പോയാൽ പോരാ. കുറച്ചുകൂടി ഇപ്പോൾ KPC പ്രസിഡന്റ് ഇവിടെ ഇല്ല. അദ്ദേഹം ആർക്കും ചുമതല മാറിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹോം ഡിസ്ട്രിക്റ്റിലാണ് ഇത്തരത്തിൽ മാത്രമായിട്ടുള്ള സമരങ്ങൾ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു സർക്കാരിനെയൊക്കെ ഒരു ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികളോ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളോ അതിനൊരു മുദ്രാവാക്യമൊക്കെ ഉണ്ടാക്കി അതൊരു ക്രമപ്പെടുത്തി ഒരു ചിട്ടയായിട്ടുള്ള സമരങ്ങളിലേക്ക് കോൺഗ്രസ് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ VM സുധീരൻ ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവം ഉണ്ടല്ലോ, അത് വെറും ഒരു ചായക്കോപ്പയിലുള്ള വിപ്ലവം അല്ല കേട്ടോ. അതിനപ്പുറത്തേക്ക് അതിന് മാനങ്ങൾ കൈവരുന്നുണ്ട്. VM സുധീരനോടൊപ്പം പല പ്രമുഖ നേതാക്കളും ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊരു ഇൻഫോർമലായിട്ടുള്ള പരിശോധനയിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ളൊരു കലാപമായി മാറാതെ കോൺഗ്രസ് അത് പെട്ടെന്ന് തന്നെ തണുപ്പിച്ച്, കാരണം നാളെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയാണ്. 2 ലക്ഷം പേര്, 2 ലക്ഷം സ്ത്രീകൾ, അല്ലേ, സ്ത്രീകളെ ഉൾപ്പെടുത്തി വലിയൊരു റാലി സംഘടിപ്പിക്കുകയാണ്. മാത്രമല്ല മണിപ്പൂരിലെ സംഭവത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് തോന്നുന്നു, അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് BJP. അപ്പോൾ വലിയ നിലയിലുള്ള ഒരു സംഘാടനം ഏതായാലും BJP നടത്തുന്നുണ്ട്. ആ നിലയിലുള്ള ഒരു പരിപാടിയൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തും UDF-ന്റെ ഭാഗത്തും കാണുന്നില്ല. BJPക്ക് മണിപ്പൂരിന് പകരം മറിയച്ചേച്ചിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിഷയത്തിൽ പ്രതിഷേധം കലാപാഹ്വാനമോ എന്ന വിഷയത്തിൽ ഞാനിത് 2:30 വരെയും എന്താണ് പാലാരിവട്ടം സ്റ്റേഷനിൽ സംഭവിച്ചത് എന്നുള്ളത് ഉണർന്നിരുന്ന് കണ്ടയാളാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും സ്റ്റുഡിയോയിലോട്ട് പോകേണ്ടി വരുമോ എന്നൊക്കെ ആദ്യഘട്ടത്തിൽ ഭയന്നിരുന്നെങ്കിലും ഒരു 12 മണിയോടുകൂടി അത് വേണ്ടി വരില്ല എന്ന് ബോധ്യമായി. കാരണം എങ്ങനെയെങ്കിലും ഈ സമരം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് പോലീസുകാർക്കും പ്രതിഷേധക്കാർക്കും ഏറെക്കുറെ ഒരേപോലെ ആവശ്യമായിരുന്നു. 3 മണിക്ക് ജാമ്യം കിട്ടി. അപ്പം ജാമ്യം കിട്ടിയ അല്ല, അതിനു മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഈ കച്ചീട്ട് തന്നെ തിരിച്ചു തരണം, ജാമ്യത്തിൽ തന്നെ ഞങ്ങൾ കൊണ്ടുപോകും എന്ന് തന്നെയാണ്. മറിച്ചാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല, സമരം തുടരും, അത് സംസ്ഥാനം ഒട്ടാകെ വ്യാപിപ്പിക്കും എന്നൊക്കെയായിരുന്നു ആദ്യത്തെ പ്രസ്താവന. Meet the editors.